ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1.5 കപ്പ് വെള്ളം ഒരു പാത്രത്തിലൊന്ന് ചൂടാക്കാൻ വെക്കാം. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 ചെറിയുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഒരുവിധം കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷേ ട്രൈ ചെയ്യാത്തവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അതുപോലെ തന്നെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ സെയിം പൊടി എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വെള്ളത്തിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത്. ഇത് നമ്മുടെ അവിടെയൊക്കെ തേങ്ങാപ്പത്തിരി എന്നാണ് പറയുക. എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരെന്തായാലും ട്രൈ ചെയ്യുക. ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് തുറന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് തേങ്ങയാണ്. 3/4 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. കൂടുതൽ ചേർത്താലും നല്ലതാണ്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം അത്യാവശ്യം ചൂടുണ്ടാവും, അതുകൊണ്ട് നമുക്ക് തവി വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷേ ഒത്തിരി ചൂടാറുകയും ചെയ്യരുത് കേട്ടോ. കാരണം ചെറിയ ചൂടോട് കൂടെ തന്നെ വേണം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കൈ പൊള്ളുന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വീണ്ടും കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴയ്ക്കുക. എന്നാൽ മാത്രമേ ഒട്ടും തന്നെ പൊട്ടിപ്പോവാതെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് വലിപ്പത്തിലുള്ള ഒരു ഉരുള നമുക്ക് ഇതുപോലെ എടുക്കാം. കുറച്ച് വലുപ്പത്തിൽ തന്നെ എടുക്കുക. കാരണം നമുക്കിത് കുറച്ച് കട്ടിയിലാണ് നമ്മളിത് ചെയ്യുക. ഒരുപാട് തിന്നായിട്ടല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ക്രാക്കൊന്നും ഇല്ലാതെ നന്നായിട്ട് ബോൾസാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കാനായിട്ട് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് കൂടുതൽ അരിപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. എന്നാലും നമുക്കിത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് കൈ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. സാധാരണ ചെയ്ത് പരിചയമുള്ളവർക്ക് കൈ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും എളുപ്പമുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ സാധാരണ ചപ്പാത്തി റോൾ ചെയ്യുന്ന പോലെ തന്നെ റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഷേപ്പ് കിട്ടാനായിട്ട് ഞാനിതുപോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒരേപോലെ ഇരിക്കും, കാണാനും ഭംഗിയുണ്ടാവും. അപ്പോൾ ഒരുപാട് തിന്നാക്കി പരത്തിയെടുക്കരുത്, കുറച്ചൊന്ന് കട്ടിക്ക് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന മാവൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. അത് നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നും കൂടെ കുഴച്ച് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തേങ്ങാപ്പത്തിരി നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് ചൂടുള്ള ദോശക്കല്ലിൽ ചുട്ടെടുക്കാം. ഞാനിവിടെ അയണിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അത് ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തേത് ഞാൻ കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നമുക്ക് ഓയിലൊന്നും ആവശ്യമില്ല. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ലെങ്കിൽ നമുക്ക് ഒട്ടും ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇരുമ്പ് കല്ലിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടും. 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുത്താൽ മതി. ചെറുതായിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ പൊള്ളച്ച് വരും. അപ്പോൾ 2 സൈഡും ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെയാണ് ജീരകത്തിൻ്റെയും ചെറിയുള്ളിൻ്റെയും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ മാറ്റുന്ന സമയത്ത് ഇതൊന്ന് അടച്ച് വെക്കണം. എല്ലാ പത്തിരിയും നമ്മൾ ഓരോന്ന് ചുടുമ്പോഴും ഇതേപോലെ നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നാലും നല്ല സോഫ്റ്റായിട്ട് ഇത് വരിക. അപ്പോൾ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും വേണമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ഇല്ലെങ്കിൽ ചിക്കൻ കറി, മീൻ കറി എല്ലാത്തിൻ്റെ കൂടെയും പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.